നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് ജെറമിയ 29:11. അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. ഇത് ജെറമിയ പ്രവാചകൻ ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു കുറിപ്പാണ്. ഈ കുറിപ്പിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്, ഈ പദ്ധതിയെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപ് തന്നെ ആദ്യ ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ അടിമത്തത്തിലാണ്, നിങ്ങൾ പ്രതിസന്ധിയിലാണ്, എങ്കിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ജെറമിയ 29:6 തിരുവചനം, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. ഇത് ദൈവം പ്രത്യേകമായിട്ട് ജെറമിയ പ്രവാചകനോട് അരുളി ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ പ്രവാസത്തിലായിരിക്കുന്ന ആ സഹോദരങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിലപ്പോൾ മറന്നുപോയി കാണും. കാരണം അടിമത്തത്തിലായതുകൊണ്ട് വിവാഹം കഴിച്ചാൽ എങ്ങനെയാകുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ആയിരിക്കും. നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്, ഒന്ന് നല്ലൊരു സ്റ്റാറ്റസിലെത്തട്ടെ, അല്ലെ ഒരു വീട് പണിയട്ടെ, പെങ്ങന്മാരുടെ വിവാഹം കഴിയട്ടെ, ഇങ്ങനെയുള്ള എല്ലാവിധ പ്രതിസന്ധികളും മാറിയതിനു ശേഷം വിവാഹം കഴിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു യുവജനങ്ങൾ അവസാനം വിവാഹം കഴിക്കാനാകാതെ നിരാശയിലാണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഓർമ്മയിൽ വരുവാണ്. ഈ അമ്മ സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. ഈ അമ്മ പറഞ്ഞ സങ്കടം ഇതാണ്: അമ്മ വിവാഹം കഴിച്ച് മകനും മകൾക്കും ജന്മം നൽകി ഒത്തിരി നാളാകുന്നതിന് മുൻപ് തന്നെ ഈ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ഈ 2 മക്കളെയും, ഈ മൂത്ത പയ്യനെയും ഇളയ പെൺകുട്ടിയെയും പഠിപ്പിച്ച് വളർത്തി അധ്വാനിച്ച് അവരെ ഒരു നിലയിലെത്തുവാൻ വേണ്ടി അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു. ഈ മക്കൾക്ക് 2 പേർക്ക് ഈ അമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നല്ലോണം അറിയാം. മകൻ മൂത്തതാണ്. അവനൊരു പ്രായപൂർത്തിയൊക്കെ ആയ സമയത്ത് അവനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു, അമ്മേ ഞാൻ വിവാഹം കഴിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു സാധ്യതകൾ അവന് തെളിഞ്ഞു വന്നായിരുന്നു. പക്ഷെ ഈ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, അനിയത്തി ഇവിടെ നിൽക്കുകയല്ലേ, അവളുടെ വിവാഹം കഴിയട്ടെ, നമുക്കൊരു വീടൊക്കെ ആകണ്ടേ, അവൾ നല്ല നിലയിൽ എത്തിയതിനു ശേഷം നിന്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞ് അമ്മ അന്ന് നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ വീട് പണിതു, നല്ല നിലയിലെത്തി, പെങ്ങളുടെ വിവാഹം നടത്തി. അവസാനം ഒരു 35 വയസ്സൊക്കെ ആയപ്പം അമ്മ മകൻ്റെ വിവാഹം ആലോചിച്ചു തുടങ്ങി. ഈ സമയത്തുണ്ടായ പ്രതിസന്ധി എന്ന് പറയുന്നത്, 36 വയസ്സായി, ഇവൻ്റെ വിവാഹം നടക്കുന്നില്ല, 37 വയസ്സായി, വിവാഹം നടക്കുന്നില്ല. ഇങ്ങനെ അത് മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവൻ പതുക്കെ നിരാശയിലായി. അതുവരെ നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത് വീടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അമ്മയെ സ്നേഹിച്ച് പെങ്ങളോടുള്ള കടമകൾ നിർവഹിച്ച് നിന്നിരുന്ന ഈ നല്ല ചെറുപ്പക്കാരൻ പതുക്കെ പതുക്കെ ദുശീലങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങി. മദ്യപാനത്തിലേക്കും ലഹരിയിലേക്കും ഒക്കെ പോകാൻ തുടങ്ങി. ഇപ്പം അവന് 42 വയസ്സായപ്പോഴാണ് ഈ അമ്മ വരുന്നത്. വിവാഹം നടക്കുന്നില്ല, ഇവൻ്റെ വിവാഹം നടക്കാത്തതാണ് പ്രശ്നം. അതുകൂടാതെ ഇവൻ്റെ ഈ ദുശീലങ്ങൾ, ഇവൻ മദ്യപിക്കുന്നത് അമ്മയെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേറെ അധ്വാനിച്ച ഒരു അമ്മയാണ്. പക്ഷെ അമ്മ അന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത്, അതായത് വിവാഹം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സമയത്ത് വിവാഹം പ്രോത്സാഹിപ്പിക്കാതെ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ജീവിതം തന്നെ തകർന്നു. ഇപ്പം നല്ലൊരു ദൈവവിളിയെക്കുറിച്ച് 10-ാം പീയൂസ് മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞു. ഈ അമ്മയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഇവൻ ഉയർന്നു വന്നു, ഒരു നല്ല ദൈവവിളി തിരഞ്ഞെടുത്തു. ഇതുപോലെ തന്നെ വിവാഹമെന്ന ദൈവവിളിക്ക് വേണ്ടിയിട്ടും സമയാസമയങ്ങളിൽ മക്കൾക്ക് വേണ്ട ഫോർമേഷൻ കൊടുത്ത്, ബോധ്യങ്ങൾ കൊടുത്ത്, സമയാസമയങ്ങളിൽ അവരുടെ വിവാഹം നടത്തുവാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ദൈവം വിളിച്ചപ്പോൾ ആ വിളി തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഒരു കുടുംബത്തിന്റെ കഥയാണ്. അല്ലെങ്കിൽ ആ വിളിക്ക് കൃത്യസമയത്ത് പ്രത്യുത്തരം നൽകാൻ സാധിക്കാതെ പോയ ഒരു കുടുംബത്തിന്റെ കഥയാണ്, സങ്കടമാണ് അച്ഛൻ ഇപ്പോൾ ഇവിടെ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഓർത്തു പോവുകയാണ്, സാമുവേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട് തിരുവചനത്തില്. സാമുവേൽ പ്രവാചകനെ ഒരു ബാലനായപ്പോൾ കർത്താവ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നിന്നും വിളിക്കുന്നുണ്ട്. സാമുവേൽ അതിന് മുമ്പിൽ കടന്ന് ഉറങ്ങുകയാണ്. സാമുവേലിന് വിളി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. സാമുവേൽ ഓടുന്നത് ഏലി എന്ന് വിളിക്കപ്പെടുന്ന ആ പുരോഹിതന്റെ അടുത്തേക്കാണ്. പിന്നീട് 3-ാം വട്ടവും ഈ ഏലി പുരോഹിതന്റെ അടുത്തേക്ക് സാമുവേൽ അങ്ങനെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു വരുമ്പോൾ ഏലി എന്ന് വിളിക്കപ്പെടുന്ന പുരോഹിതന് മനസ്സിലായി വിളിക്കുന്നത് തമ്പുരാനാണെന്ന്. അതുകൊണ്ട് തന്നെ 3-ാം വട്ടം ഏലി പുരോഹിതൻ പറഞ്ഞു വെക്കും സാമുവേലിനോട്, ഇനി നിന്നെ ആരെങ്കിലും വിളിച്ചാൽ ഇപ്രകാരം പറയണം, കർത്താവെ അരുൾ ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു. ഇവിടെ മാതാപിതാക്കളുടെ വലിയൊരു പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കാനാണ് ഞാൻ ഇപ്രകാരം ഒന്ന് സൂചിപ്പിച്ചത്. അവിടെ അമ്മയ്ക്ക് സാധിക്കാതെ പോയ ഒരു ബുദ്ധിമുട്ടുണ്ട്. മകൻ കൃത്യസമയത്ത് ആഗ്രഹം പ്രകടമാക്കിയപ്പോൾ ദൈവീക കൃപാവരം അവനെ സ്വീകരിക്കാനുള്ള ഒരു വഴി തെളിയിക്കാൻ സാധിക്കാതെ പോയ ഒരമ്മ. അതുപോലെ തന്നെ ഇപ്പോഴും മാതാപിതാക്കന്മാര് മക്കൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അവരെ ആ വിളി ജീവിതത്തിലേക്ക് ഒരുക്കാനും
അവരെ ആ വിളിജീവിതം എപ്രകാരം അത് മുൻപോട്ട് നയിക്കാൻ സാധിക്കുമെന്ന് അവരെ ഒരുക്കുവാനുമുള്ള ഒരു കൃപാവരത്തിനായി മാതാപിതാക്കളും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ വിവാഹം എന്ന കൂദാശയോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കും.